ഹലോ ഗെയ്സ്, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്ന എൻ്റെ വർക്ക് എന്ന് പറയുന്നത് കിച്ചണ് ക്ലീനാക്കുക എന്നുള്ളത് തന്നെയാണ്. കിച്ചണിൽ ഇന്നലത്തെ പണി കഴിഞ്ഞിട്ടില്ല, ബാക്കി അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ട്. ഡ്രസ്സ് ഇന്നലെ കുറേ അലക്കി, ഇപ്പോൾ കുറേ അലക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വെട്ട് കഷ്ണങ്ങളൊക്കെ അലക്കിയത് ബക്കറ്റിലുണ്ട്, അലക്കാനുള്ളത് അവിടെ താഴെ കിടപ്പുണ്ട്. പിന്നെ ഇന്ന് 7 മണിക്ക് കിച്ചണിൽ കയറിയത്. 7 മണിക്ക് കിച്ചണിൽ കയറിയിട്ട് പിന്നെ ചായ, ചോറ്, മത്തി മുളകിട്ടു, പിന്നെ വെണ്ടക്ക ഉപ്പേരി, പിന്നെ ഉഴുന്ന് ദോശ, ഇത്രയൊക്കെ ഉണ്ടാക്കി. ഇന്നലെ രാത്രി ഇക്കൻ്റെ അടുത്ത് വരുമ്പോൾ പൊറോട്ട കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ 2 വലിയ കവറ് മാസ്ക് ഒക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ വന്നപ്പോൾ പൊറോട്ടയും കൊണ്ടുവന്നു, ബിംബാറും കൊണ്ടുവന്നു, കവറും കൊണ്ടുവന്നു, വെണ്ടക്ക കൊണ്ടുവന്നു, കുക്കുംബർ കൊണ്ടുവന്നു, മാസ്ക് കൊണ്ടുവന്നില്ല. ഇപ്പോൾ ഇന്ന് പൊടി തട്ടിയപ്പോൾ നല്ല തുമ്മൽ വരുന്നുണ്ട്. ഷോള് ചുറ്റിയിട്ട് പണിയെടുക്കാനൊരു ബുദ്ധിമുട്ട്. ഇന്നലെയൊക്കെ കൊണ്ടുവന്ന പേരക്കയാണ്. എൻ്റെ വീട്ടിൽ ആദ്യമൊക്കെ ഈ പേരക്ക ഉണ്ടായിരുന്നു, തറവാട്ടിലും ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു പേരക്ക മരം. അപ്പോൾ വെട്ടി, ഇപ്പോൾ ചെറിയ മരമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാ മാസവും കൊണ്ടുവരാറുണ്ട്. ധാരാളം പോഷക ഗുണങ്ങളുള്ള ഒരു ഫലമാണ് ഗോവ. ആൻറ്റി ഓക്സിഡൻസ്, ഫൈബർ, ഖനിജങ്ങൾ, വൈറ്റമിൻസൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഈ ഒരു പഴം ചർമ്മാരോഗ്യത്തിന് നല്ലതാണ്, ഹൃദയാരോഗ്യത്തിന് നല്ലതാണ്, ജീർണശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു, കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് നല്ലതാണ്. അപ്പോൾ ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു പേരക്കൊക്കെ ഉണ്ട്. ഞാൻ ഈ പേരക്ക കൊണ്ടുവന്നാൽ മുളകും ഉപ്പും സുറുക്കിയിട്ടിട്ട് അങ്ങനെ കഴിക്കും. പിന്നെ പാലിൽ ഇതരിഞ്ഞിട്ട് ജ്യൂസ് അടിച്ച് അങ്ങനെ കഴിക്കും, അല്ലാതെയും കഴിക്കും. എനിക്ക് പച്ചപ്പേരക്ക ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിവിടെ ഞാൻ പറയുമ്പോഴൊക്കെ പറയാതെയും കൊണ്ടുവരാറുണ്ട്. അപ്പോൾ എല്ലാവരും വാങ്ങിയിട്ട് കഴിക്കുക. ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനൊക്കെ അത്യുത്തമമായിട്ടുള്ളൊരു ഫലമാണ് ഈ ഒരു പേരക്ക. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ചിട്ട് അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ട് വന്നത് ഓർക്യൂട്ടിലാണ്, 2010. അതിനുശേഷം 2010 തന്നെ ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. 2009 ലാസ്റ്റിലാണ് ഞാൻ ആദ്യമായിട്ട് ഫോൺ മേടിച്ചതും. വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു, കമ്പ്യൂട്ടറിൽ ഓർക്യൂട്ടിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 2017 കഴിഞ്ഞ് 2018 ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ളത്. ചൈൽഡ് കെയർ, മെഡിക്കൽ കെയർ, ഹെൽത്ത് കെയർ, ഉസ്നൂസ് ഹോബി ഐഡിയാസ്, ഉസ്നൂസ് ഗ്യാലറി, സ്മാർട്ട് എജു ഗ്യാലറി, ഉസ്നൂസ് ഗ്യാലറി, കുറേ അക്കൗണ്ട് ഉണ്ടായിരുന്നു, കുറേ ചാനലുണ്ടായിരുന്നു. അത് അങ്ങനെ ചാനൽ ഉണ്ടാക്കിയത് എന്താണെന്ന് വെച്ചാൽ, അന്ന് ആരോ വീഡിയോയിൽ പറഞ്ഞു ഓരോന്നിനും ഓരോ ചാനൽ വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ എല്ലാം കൂടെ ഉസ്നൂസ് ഗ്യാലറി എന്ന് പറഞ്ഞിട്ട് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തു. അത് മോണറ്റൈസേഷൻ ആയതായിരുന്നു, പക്ഷെ അത് ആരോ ഹാക്ക് ചെയ്ത്, മറ്റുള്ള ചാനലൊക്കെ ആരോ ഹാക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ട്. എൻ്റെ അടുത്ത് നിന്ന് എന്തായാലും 3-4 ചാനൽ കൈവിട്ട് പോയിട്ടുണ്ട്. അത് യൂട്യൂബിൽ തന്നെ ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പോൾ പുതിയ 2019 ഞാൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്തെങ്കിലും ഇപ്പോൾ ഞാൻ പുതിയ ചാനൽ ഓപ്പൺ ചെയ്തതാണ്, ഹുസ്നൂസ് ഗ്യാലറി. അപ്പോൾ ഈ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് കുറവാണ്.
76 സബ്സ്ക്രൈബേഴ്സ് അങ്ങാനായിട്ടുള്ളൂ. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. ഇപ്പോൾ പേരക്കയുടെ വിശേഷങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഈ ഒരാഴ്ചക്കത്തെ വേസ്റ്റാണ് ഇതിൽ കിടക്കുന്നത്. വെട്ട് കഷ്ണങ്ങൾ, മുള, വെട്ട് പേപ്പർ, അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഈ ഒരു ബാസ്ക്കറ്റിലുണ്ട്. എല്ലാ ആഴ്ചയും ഞാൻ ഈ ഒരു ബാസ്ക്കറ്റ് കൊണ്ടുപോയി കത്തിക്കും. എന്നിട്ട് ബാസ്ക്കറ്റ് കഴുകി വെക്കും. പിന്നെ ഇതൊരു ചെറിയ സ്റ്റൂളാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ അടുക്കി വെച്ച ഡ്രസ്സുണ്ട്, ഒഴിവാക്കാനുള്ളതാണ്. പിന്നെ ഇവിടെ ഗ്ലോബൽ ശിക്ഷയുടെ 1200 1500 രൂപേൻ്റെ ഷീറ്റ് മേടിച്ചതുണ്ടായിരുന്നു മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അവളിതൊന്നും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, കുറേ ഉണ്ട് കംപ്ലീറ്റ് ആക്കാൻ. പിന്നെ ഇത് മോളെ ആൽബമാണ്. ഇതുപോലത്തെ 2-3 ആൽബം ഉണ്ട്. പിന്നെ ഇതിൽ വരുന്നത് ചെമ്മണ്ണൂരിൻ്റെ ലെറ്റർ, കാറിൻ്റെ ഇൻഷുറൻസ്, പിന്നെ ഒരു ബാഗ്, ചെറിയ ബാഗ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ അലമാറിൻ്റെ കീ വരുന്നുണ്ട്. ഇതെന്തിൻ്റെ കീയാ ഓർമ്മയില്ല. പിന്നെ മോളെ മാർക്ക് ലിസ്റ്റ്, പരീക്ഷ കഴിഞ്ഞ പേപ്പറാണ്, കൂട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് മോക്ക് നെയിം സ്ലിപ്പ് ഞാൻ എഡിറ്റ് ചെയ്തുണ്ടാക്കിയതാണ്. മോളെ വാച്ച്, മാർക്കർ, ടോയ് ഉണ്ട്. പിന്നെ ഇതിൽ സ്റ്റാപ്ലെയർ, പിന്നെ മാല, തസ്ബി, മോള് ഉണ്ടാക്കി വെച്ച അവളെ മൈൻഡിലുള്ള ഒരു ടിപ്സുകളാണ്. ഉണ്ടോ? ഇതിൽ ഓരോ ടിപ്സുകൾ അവൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഇതിൽ റേസർ വരുന്നുണ്ട്, സിറിഞ്ച്, ലിപ്സ്റ്റിക്ക്, സെൻറ്റ്, സ്മോൾ സിസർ, മുടി സ്ട്രൈറ്റനിങ് മെഷീന്, ഫോട്ടോ. പിന്നെ ഇത് ലിപ് ലൈറ്റനിങ് സിറമാണ്, ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഫേഷ്യൽ റേസേഴ്സ്, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ്. പിന്നെ പേപ്പർ ഹോൾ ചെയ്യുന്ന ഒരു ടെക്നിക്ക്, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഇതൊക്കെ സെറ്റാക്കി വെക്കണം. പിന്നെ ഇപ്പോൾ ഇത് കഴിഞ്ഞ് വീടെല്ലാം ഒന്ന് തുടച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ കാര്യപരിപാടി അതൊക്കെ തന്നെയാണ്. കുറേ പണി ഇനിയുണ്ട്. കുറേ ഒതുക്കി വെച്ചു. ഇനി ഡ്രസ്സ് ഉണങ്ങിയത് മടക്കി വെക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് കിച്ചണിലുള്ളതൊക്കെ ഒന്ന് വലിച്ചിടണം. ഒന്നിച്ച് മാറാല വന്നിട്ടുണ്ട്, പൊടി വന്നിട്ടുണ്ട്, ഗോഡൗണിലൊക്കെ സാധനങ്ങളുണ്ട്, അതൊക്കെ വലിച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. ഓക്കെ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. ബൈ. അസ്സലാമു അലൈക്കും.